ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഒരു പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയാൻ പറ്റില്ല, ഇത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പുസ്തകമാണ്. ഇത് പുറത്തിറങ്ങിയ സമയത്ത് ഈ പുറംചട്ടയും ഈ പുസ്തകവും സുൽത്താൻ വാരിയംകുന്നൻ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. റമീസ് മുഹമ്മദ്, മലപ്പുറം ജില്ലയിലെ താനൂർ സ്വദേശിയായ റമീസ് മുഹമ്മദ് രചിച്ച ഒരു പുസ്തകം. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ലഭിച്ചൊരു പുസ്തകമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ടു റഹീസ് വിത്ത് ലവ് റമീസ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കയ്യൊപ്പൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഒരു വർഷത്തോളം കാലം, ഒരു വർഷത്തിന് മുകളിലായി ഈ പുസ്തകം എൻ്റെ കയ്യിൽ, പക്ഷെ വായിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച്, സുൽത്താൻ വാരിയംകുന്നനെ കുറിച്ചുള്ളൊരു പുസ്തകത്തിലപ്പുറം ഇത് മലബാറിൻ്റെ ചരിത്രവും ആ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രവുമാണ്. ഒരു ചരിത്ര ഗ്രന്ഥം രചിക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ പിന്നാമ്പുറത്ത് ഗവേഷണം വേണം എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ പുസ്തകം. 9 വർഷത്തോളം കാലമാണ് റമീസ് മുഹമ്മദ് ഈ പുസ്തകത്തിനായി മാറ്റിവെച്ചത്, ഇതിൻ്റെ ഗവേഷണത്തിനായി. 9 വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല സമയവും ആ 9 വർഷത്തിൽ പെടും. ആ നല്ല സമയവും സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ സമർപ്പണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രം ഭാവനയിലൂടെ ഇന്ത്യയുടെ പുതിയ ചരിത്രം രചിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചരിത്ര ഗ്രന്ഥം രചിക്കുമ്പോൾ എത്രത്തോളം പഠനം നടത്തിയിട്ടാവണം എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ അവസാനം അനുബന്ധം 1, അനുബന്ധം 2 എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അനുബന്ധം 1 ഏകദേശം 25 പേജാണ്. ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഗവേഷണം, ഏതെല്ലാം പുസ്തകങ്ങൾ ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് വേണ്ടി അദ്ദേഹം വായിച്ചു, സെർച്ച് ചെയ്തു, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് 25 പേജോളം ഉണ്ട്. പിന്നെ അതുപോലെ അനുബന്ധം 2 ഒരുപാട് ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. പ്രധാന വ്യക്തികളും പ്രധാന സംഭവങ്ങളുടെയും ഒരുപാട് നല്ല ചിത്രങ്ങളും കൂടി ഈ പുസ്തകത്തിൻ്റെ അവസാനം നമുക്ക് കാണാം. പിന്നെ അതുപോലെ നമുക്ക് ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് സഖാവ് TK ഹംസയാണ്. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമുണ്ട്. മലബാർ വിപ്ലവവും ആലി മുസ്ലിയാരെ കുറിച്ചും സുൽത്താൻ വാരിയംകുന്നനെ കുറിച്ചും കൂടുതൽ ചേർത്ത് നിർത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ മലബാർ വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. അതുകൂടാതെ ഈ പുസ്തകത്തിൻ്റെ ഒരു 275 പേജിൽ ഒരു കവിതയുണ്ട്. ആ കവിത ഏറ്റവും പ്രസിദ്ധമായ, ചരിത്ര പ്രസിദ്ധമായ ഒരു കവിതയാണ്. ആ കാലഘട്ടത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്ന, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു സഖാവായിരുന്ന ഗോവിന്ദൻ നായർ ഒരു പടപ്പാട്ട് രൂപത്തിൽ എഴുതിയ ഒരു കവിതയാണ്. ഈ കവിത 1944 ദേശാഭിമാനി വാരികയിൽ അച്ചടിച്ചു വന്നു. പക്ഷേ മലബാർ വിപ്ലവത്തെക്കുറിച്ചും വാരിയംകുന്നനെ കുറിച്ചും ആലി മുസ്ലിയാരെ കുറിച്ചൊക്കെയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ദേശാഭിമാനി വാരികയുടെ ആ ലക്കം മുഴുവൻ ഗവൺമെൻറ് കണ്ടുകെട്ടി ഗോവിന്ദൻ നായരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ളൊരു കവിതയാണ്. പിന്നീട് ഈ ഹിച്ച്കോക്കിനെ കുറിച്ച് നമുക്കറിയാം. ഹിച്ച്കോക്ക് സാഹിബ് മലബാർ പോലീസിന്റെ കമാൻഡറും മലബാറിന്റെ SP ഒക്കെ ആയിരുന്ന ഹിച്ച്കോക്ക് ഈ സുൽത്താൻ വാരിയംകുന്നനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകളും അദ്ദേഹത്തിൻ്റെ മൃതശരീരമൊക്കെ കത്തിച്ചു കളഞ്ഞതിനു ശേഷം ഇനി വാരിയംകുന്നനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവും ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹിച്ച്കോക്ക് സാഹിബിന്റെ മുഖത്ത് വന്നൊരു പുഞ്ചിരിയുണ്ട്, ഒരു പുച്ഛം നിറഞ്ഞ പുഞ്ചിരി. ആ പുഞ്ചിരിക്ക് 100 വർഷങ്ങൾക്കിപ്പുറം റമീസ് മുഹമ്മദ് നൽകിയ ഒരു ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ പുസ്തകം. അന്ന് ഈ ദേശാഭിമാനി വാരിക കണ്ടുകെട്ടിയെന്നതോടൊപ്പം തന്നെ അതുമായി പ്രവർത്തിച്ചവരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഈ ഹിച്ച്കോക്ക് സാഹിബിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മാരകം മലപ്പുറം ജില്ലയിലെ വള്ളുവമ്പ്രം മോങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം വന്നു. ആ സ്മാരകത്തിനെതിരെ സഖാവ് AKGയും ഈ പറഞ്ഞ നമ്മുടെ സഖാവ് ഗോവിന്ദൻ നായരും പിന്നെ അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നു. ആ മാർച്ചിൽ ഈ ഗോവിന്ദൻ നായർ എഴുതിയ ഈ പടപ്പാട്ട് രൂപത്തിലുള്ള ഈ കവിത പാടിക്കൊണ്ടായിരുന്നു ആ മാർച്ച് പോയിരുന്നത്. ആ ഒരു കവിത ഞാനൊന്ന് പാടാം, ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ.
അന്നിരൂപത്തിയൊന്നിൽ നമ്മളീ മലയാളത്തില് ഒന്നു ചേർന്ന് വെള്ളയോട് തീർത്തു നല്ല മട്ടില്. ഏറെ നാട്ടിൻ ധീരമക്കൾ ചോര ചിന്തിയ നാട്ടില്, ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില്. വാരിയം കുന്നത്തു വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്ത മൂപ്പരുടെ കൂടെ കൂട്ടമായിയും, കോഴി കൊത്തും പോലെയെന്ന് ബാപ്പമാരെളാപ്പമാർ, കോഴിക്കോട്ടിന്നിപ്പുറം പൊരുതിയ മൂത്താപ്പമാർ. പിന്നതുപോലെ ഹിച്ച്കോക്ക് സാഹിബിന്റെ സ്മാരകത്തിനെതിരെ ഈ കവിതയിൽ എഴുതിയ വരികളാണ് ഗോവിന്ദൻ നായരുടെ. മഞ്ചേരിയിൽ നിന്ന് 5-6 മൈൽ ദൂരമേ മോങ്ങത്തില്, സഞ്ചരിക്കുന്നോർക്ക് കാണാറാകുമാ നിരത്തില്. ചത്തുപോയ ഹിച്ച്കോക്ക് സാഹിബിന്റെ സ്മാരകം, ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം. നമ്മുടെ നെഞ്ചിലാണ് കല്ലു നാട്ടി വെച്ചത്, നമ്മുടെ കൂട്ടരെയാണ് സുവർ കൊന്നത്. രാജ്യസ്നേഹം വീറുകൊണ്ട ധീരരുണ്ടി നാട്ടില്, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില്. ഇതെല്ലാം 1944 ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു കവിതയാണ്. ഇനി ഈ മലബാർ വിപ്ലവത്തിന്റെ കാരണം എന്താണെന്നുള്ളത് ഗോവിന്ദൻ നായർ എഴുതി വെക്കുന്ന 4 വരിയുണ്ട്. അതാണ് അതിൽ ആ 4 വരിയിലെല്ലാം വ്യക്തമാണ്. നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. പിന്നീട് ഞാൻ പറഞ്ഞു, ഈ മാർച്ചിനിടെ ഈ കവിത ചൊല്ലി പാടി പോയ കാരണം അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ 1946 ഓഗസ്റ്റ് 25 ഏകദേശം സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഒരു വർഷം മുമ്പ് പെരിന്തൽമണ്ണയിൽ വെച്ച് സഖാവ് AKG ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ആലി മുസ്ലിയാരെ കുറിച്ചും മലബാർ വിപ്ലവത്തെക്കുറിച്ചും ഈ പറഞ്ഞ വാരിയംകുന്നനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചത് കാരണം അദ്ദേഹത്തെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി രാഷ്ട്രീയ തടവുകാരെയൊക്കെ മോചിപ്പിച്ചപ്പോഴും AKGയെ മോചിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ കേസ് പിന്നീട് പുതിയ സർക്കാരാണ് നടത്തിയത്. അപ്പോൾ വാരിയംകുന്നനെ കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ചും എല്ലാം ബ്രിട്ടീഷുകാർ എത്രത്തോളം മൂടി വെച്ചു, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ആ ചരിത്രം വിളിച്ചു പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യും. അപ്പൊ അത്രത്തോളം ആ ചരിത്രത്തെ അവര് വെറുത്തിരുന്നു അല്ലെങ്കിൽ പേടിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു ചരിത്രമാണ് മലബാറിന്റെ ആ കാലത്തെ ചരിത്രമാണ് ദീർഘകാലത്തെ ഗവേഷണത്തിന് ശേഷം റമീസ് മുഹമ്മദ് ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പൊ ഈ പുസ്തകം സുൽത്താൻ വാരിയംകുന്നനെ കുറിച്ചുള്ള ഒരു പുസ്തകം മാത്രമല്ല, മലബാറിന്റെ ചരിത്രമാണ്. അപ്പൊ ചരിത്രം തേടുന്നവർ ഈ പുസ്തകം കാണാതെ പോകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നല്ലൊരു പുസ്തകം.